അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 6ാം ക്ലാസ് ലിസാനിൽ നിന്ന് ചില പാഠഭാഗങ്ങൾ. പാഠം 3 നിന്ന് ലാ യൻദുറുല്ലാഹു യൗമൽ ഖിയാമത്തി ഇലാ മൻ ജറ ഇസാറഹു ബത്ര. അഹങ്കാരത്തോടെ തൻ്റെ ഉടുതുണി വസ്ത്രം വലിച്ചേക്കുന്നവനിലേക്ക് അന്ത്യനാളിൽ അള്ളാഹു നോക്കുകയില്ല. ഈ ഹദീസിൻ്റെ തുടക്കത്തിൽ ലാ എന്ന ഹർഫോട് കൂടിയുള്ള മുളാരിയായ ക്രിയകളാണ് നാം കാണുന്നത്. ഒരു ക്രിയയെ നിഷേധിക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു കാര്യത്തെ നിഷേധിക്കുന്നതിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. മുളാരിയായ ക്രിയയുടെ ആരംഭത്തിൽ ലാ എന്ന ഹർഫ് വന്നാൽ ആ ക്രിയ മംഫിയായി മാറും, അല്ലെങ്കിലോ മുസ്ബത്തായി ഇരിക്കുകയും ചെയ്യും. അപ്പോൾ മംഫി എന്ന് പറഞ്ഞാൽ എന്താണ്? നിഷേധക്രിയ. മംഫി നിഷേധക്രിയ. മുസ്ബത്ത് എന്ന് പറഞ്ഞാൽ വിധി നിർണയക്രിയ, വിധി രൂപക്രിയ എന്നും പറയാം. വിധി രൂപക്രിയ. അപ്പോൾ ഈ വിധി രൂപക്രിയ എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പോൾ ഉദാഹരണത്തിന് യൻദുറു എന്ന് പറയുമ്പോൾ അവൻ നോക്കുന്നു അല്ലെങ്കിൽ അവൻ നോക്കും എന്ന് പറയുമ്പോൾ അത് നോക്കും എന്നതൊരു വിധിയാണ്. നോക്കാതിരിക്കൂല, നോക്കാൻ സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ട് നോക്കും എന്നുള്ളൊരു വിധിയാണത്. യുഅ്മിനു അവൻ വിശ്വസിക്കും എന്ന് പറയുന്നത് ഒരു വിധിയാണ്. വിധി എന്ന് പറഞ്ഞാൽ എന്താണ്? നിയമം. അതതിൻ്റെ നിയമം. അതിനെ നിഷേധിക്കുകയാണെങ്കിൽ ലാ യൻദുറു എന്നാകും. അതിന് മുമ്പൊരു ലാം എന്ന് പറയുന്ന അക്ഷരം വരും. ഇനി നമ്മൾ വേറെ ഏത് ക്രിയകൾ എടുത്തിട്ട് ഇതേമാതിരി ഉച്ചരിച്ചാലും എന്താകും? ഒന്നുകിൽ മംഫിയാകും അല്ലെങ്കിൽ മുസ്ബത്താകും. ഉദാഹരണത്തിന് ഇപ്പോൾ രണ്ടാമത്തത് ലാ യുഅ്മിനു അഹദുക്കും ഹത്ത യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. തനിക്ക് സ്വന്തമായിട്ട് ഇഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരനിക്കും ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളിൽ ഒരാളും മുഅ്മിനാവുകയില്ല, പൂർണ്ണ മുഅ്മിനാവുകയില്ല. മുഅ്മിൻ സത്യവിശ്വാസി ആവുകയില്ല. ഒരു സത്യവിശ്വാസി അപ്പോൾ എന്താണ്? എനിക്കുള്ളതുപോലെ മറ്റവനിക്കും ഉണ്ടാവണം, എനിക്ക് മാത്രം സുഖം പോരാ, മറ്റവനിക്കും സുഖം വേണം എന്നൊക്കെ ചിന്തിക്കുന്ന ആളായിരിക്കും. അപ്പോൾ മറ്റുള്ളവനെ അവൻ സഹായിക്കും. എനിക്ക് മാത്രം മതി എന്ന് വിചാരിക്കുമ്പോൾ എന്താകും? അവനിക്ക് മാത്രം മതി എന്ന് വിചാരിക്കുമ്പോൾ മറ്റുള്ളവനിക്ക് വേണ്ട എന്നുള്ള വിചാരമാണല്ലോ അതിൻ്റെ അർത്ഥം. അതുപോലെ പറയുന്നുണ്ട് ലാ യദ്ഖുലുൽ ജന്നത്ത ഖാതിഉൻ. കുടുംബബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഇവിടെ ലാ അങ്ങോട്ട് മാറ്റിയിട്ട് യദ്ഖുലുൽ ജന്നത്ത ഖാതിഉൻ എന്നാണെങ്കിലോ കുടുംബബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നാകും. അപ്പോൾ പ്രവേശിക്കൂല, സ്വർഗത്തിൽ കടക്കൂല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഏത് ക്രിയയെയാണ് നമ്മളവിടെ തുടക്കത്തിൽ തന്നെ ഉപയോഗിച്ചത്? ലാ എന്ന് പറയുന്ന നിഷേധക്രിയയാണ് നമ്മളവിടെ തുടക്കത്തിൽ തന്നെ ഉപയോഗിച്ചത്. ലാ യദ്ഖുലുൽ ജന്നത്ത ഖാതിഉൻ, കുടുംബബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ കടക്കൂല. ലാ യൻദുറുല്ലാഹു ഇലാ സുവരിക്കും വലാ ഇലാ അജ്സാമിക്കും. നിങ്ങളുടെ രൂപത്തിലേക്കോ ശരീരത്തിലേക്കോ അള്ളാഹു നോക്കുന്നില്ല. ലാ യൻദുറുല്ലാഹു, അള്ളാഹു നോക്കുന്നില്ല. നിങ്ങളുടെ ഇലാ സുവരിക്കും. ഈ ഇല എന്നുള്ള വാക്ക് നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചു പോന്നിട്ടുണ്ട്. 3ാം ക്ലാസ് 2ാം ക്ലാസ് 3ാം ക്ലാസ് എന്നൊക്കെ പഠിച്ചു പോന്നിട്ടുണ്ട്. ഇലൽ ബൈത്തി, ഇലൽ ജിദാരി എന്നൊക്കെ നമ്മൾ പഠിച്ചു പോന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇലാ സുവരിക്കും നിങ്ങളുടെ രൂപത്തിലേക്ക് നോക്കുന്നില്ല. ഇലാ അജ്സാമിക്കും, നിങ്ങളുടെ ജസദിലേക്ക്, നിങ്ങളുടെ ശരീരത്തിലേക്കും നോക്കുന്നില്ല.
അപ്പോൾ നിങ്ങൾ തടിച്ചതാണോ, മെലിഞ്ഞതാണോ, കറുത്തവനാണോ, വെളുത്തവനാണോ, മുരടിച്ചവനാണോ, വിരൂപനാണോ, പിന്നെ അതെന്താണെന്ന് അള്ളാഹു താല നോക്കുന്നില്ല. നിങ്ങളുടെ അതാ പറഞ്ഞത്, രൂപത്തിലേക്കും നോക്കുന്നില്ല, നിങ്ങളുടെ തടിയിലേക്കും നോക്കുന്നില്ല. പിന്നെ എന്തിലേക്കാണ് അള്ളാഹു താല നോക്കുന്നത്? അള്ളാഹു താല നോക്കുന്നത് ഹൃദയത്തിലേക്കാണ്. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലേക്കാണ് അള്ളാഹു താല നോക്കുന്നത്. അല്ലാതെ അവൻ്റെ തലയിലേക്കോ രൂപത്തിലേക്കോ അവൻ്റെ ബുദ്ധിയിലേക്കോ ഭയങ്കര ടെക്നോളജിയൊക്കെ അറിയുന്ന ബുദ്ധിക്കാരനാണ്, ഇതുകൊണ്ട് എന്തില്ല, അള്ളാഹു താല അതിലേക്ക് നോക്കൂല. അവിടെ ഒരു കാര്യമില്ല. അത് ഈ ദുനിയാവിൽ മാത്രമേ ഉള്ളൂ. നമുക്ക് എത്ര നോളജ് ഉണ്ടായാലും, നമുക്ക് എത്ര വിദ്യകൾ, എത്ര മാജിക്കുകൾ, എന്തറിഞ്ഞാലും, എന്ത് കഴിവുകൾ, വിമാനം ഉണ്ടാക്കാൻ അറിഞ്ഞാലും, ഇനി ട്രെയിൻ ഉണ്ടാക്കാൻ അറിഞ്ഞാൽ, എന്ത് സാധനത്തിൽ നമുക്ക് അറിഞ്ഞാലും അതൊക്കെ ഇവിടെ അങ്ങോട്ട് ആവിയായി പോകും, നിർവീര്യമായി പോകും. പിന്നെ എന്താണ്? ഹൃദയത്തിലേക്കാണ് അള്ളാഹു താല നോക്കുന്നത്. ഹൃദയത്തിൽ വിശ്വാസമുണ്ടോ, തവക്കുലുണ്ടോ എന്നൊക്കെയാണ് അള്ളാഹുവിൻ്റെ നോട്ടം. ഹൃദയത്തിലാണ്. പണ്ടൊരു കുട്ടി ഓപ്പറേഷൻ ചെയ്യാൻ നേരത്തെ ഡോക്ടറോട് പറഞ്ഞല്ലോ, ഡോക്ടറെ ഞാൻ തിരിച്ച് ജീവിതത്തിലേക്ക് വരില്ല എന്നാണ് എല്ലാവരും പറയുന്നത് എൻ്റെ ഓപ്പറേഷൻ കഴിയുമ്പോൾ. അപ്പോൾ എൻ്റെ കൂട്ടുകാരി പറഞ്ഞിട്ടുണ്ട്, ഓപ്പറേഷൻ ഹൃദയത്തിലാണ് അള്ളാഹു ഉള്ളത് എന്ന്. എൻ്റെ ഒരു മുസ്ലിം കൂട്ടുകാരി പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു ഹിന്ദു കൂട്ടുകാരിയാണ്. എൻ്റെ മുസ്ലിം കൂട്ടുകാരി പറഞ്ഞിട്ടുണ്ട് ഹൃദയത്തിൽ അള്ളാഹു ഉണ്ട് എന്ന്. എന്നാൽ ഡോക്ടറെ, എൻ്റെ ഹൃദയം തുറന്ന് നോക്കുമ്പോൾ എവിടെയാണ് അള്ളാഹു ഉള്ളത് എന്ന് എൻ്റെ രക്ഷിതാക്കൾക്കൊന്ന് പറഞ്ഞു കൊടുക്കണം, ഞാൻ ജീവിച്ചില്ലെങ്കിൽ എന്ന് കുട്ടി പറഞ്ഞു. അയാൾ ഡോക്ടർ ഓപ്പറേഷനൊക്കെ ചെയ്ത് പരാജയം സമ്മതിച്ചു. കുട്ടിക്ക് ഇനി ജീവൻ തിരിച്ചു കിട്ടില്ല എന്ന് തോന്നിയ സമയത്തിൽ പെട്ടെന്ന് ഒരു അത്ഭുതമെന്നോണം ആ ഹൃദയം പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പോൾ ആ ഡോക്ടർക്ക് മനസ്സിലായി ഹൃദയത്തിൽ ദൈവമുണ്ട് എന്ന്. കാരണം ഞങ്ങളുടെ കഴിവൊക്കെ ഒഴിവാക്കിയിട്ട് ആ കഴിവിൻ്റെ ഒക്കെ കടത്തി വെട്ടിച്ചിട്ട് ഒരു സ്വന്തം കഴിവ് അവിടെ വന്നു, ഒരു കഴിവ് അവിടെ ഉത്ഭവിച്ചു. അങ്ങനെ ആ ഹൃദയം മിടിച്ചു തുടങ്ങി. കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ കുട്ടിയോട് പറഞ്ഞു, നിൻ്റെ ഹൃദയത്തിലേക്ക് രക്തം ഓട്ടം തുടങ്ങി, നിൻ്റെ ഹൃദയം പ്രവർത്തിക്കാൻ തുടങ്ങി. നിൻ്റെ ഹൃദയത്തിൽ, അതാണ് ദൈവത്തിൻ്റെ കൈകൾ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ, അല്ലാതെ ദൈവത്തിനെ നേരിട്ട് നമുക്ക് ദർശിക്കാൻ കഴിയില്ല. അതിന് സ്വർഗമാണ് എന്ന് കുട്ടിയോട് അങ്ങോട്ട് പറഞ്ഞു. ആ കുട്ടി അങ്ങനെ തന്നെയാണ് കുട്ടിയുടെ കൂട്ടുകാരും പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അൽ മുസ്ബത്തായ ക്രിയയാണ് യന്ദുറു എന്നത്. യന്ദുറു എന്ന് പറഞ്ഞാൽ നോക്കും എന്നാണ് പറയുന്നത്, നോക്കിയിട്ടില്ല, നോക്കും എന്നാണ് പറയുന്നത്. എന്നാൽ പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ പറയുന്നുണ്ട്, ലാ ചേർത്തിട്ട്, ലാ നിഷേധക്രിയ ചേർത്തപ്പോൾ എന്തായി, നോക്കൂല എന്ന് പറയുന്നുണ്ട്, നോക്കുകയില്ല. യുഅ്മിനു, അവൻ വിശ്വസിക്കുന്നു, വിശ്വസിക്കും. ലാ യുഅ്മിനു, അവൻ വിശ്വസിക്കുന്നില്ല, വിശ്വസിക്കുകയില്ല എന്നൊക്കെ പറയുന്നത് നിഷേധക്രിയയാണ്. ഇതാണ്. പിന്നെ ആ പാഠത്തിൻ്റെ ബാക്കിൽ യദ്ഖുലു, അവൻ പ്രവേശിക്കും, അവൻ പ്രവേശിക്കുന്നു എന്നൊക്കെ പറയാം. ലാ യദ്ഖുലു, അവൻ പ്രവേശിക്കുകയില്ല. യജ്ലിസു, ഇരിക്കുകയില്ല. അല്ല, യജ്ലിസു, ഇരിക്കും. ലാ യജ്ലിസു, ഇരിക്കുകയില്ല. യക്ദിബു, അവൻ കളവ് പറയും. ലാ യക്ദിബു, അവൻ കളവ് പറയുകയില്ല. ഇനി മക്കൾ ചെയ്യേണ്ടത് എന്താണ്? ഇതിന് ഓപ്പോസിറ്റ് വേറെ ഏതെങ്കിലും ഒരു ക്രിയ ഉണ്ടാക്കുക. ഇപ്പോൾ എന്താണ് നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞത്, ലാ യൻദുറുല്ലാഹു, അള്ളാഹു നോക്കൂല. ലാ യദ്ഖുലുൽ ജന്നത്ത, സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ലാ യദ്ഖുലുൽ ബൈത്ത എന്നാക്കണം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ലാ യദ്ഖുലു സൂഖി, അല്ലെങ്കിൽ ലാ യദ്ഖുലുൽ ബൈത്ത, ലാ യദ്ഖുലുൽ മദ്രസത്ത, അല്ലെങ്കിൽ ലാ യദ്ഖുലുൽ മസ്ജിദ എന്നൊക്കെ ക്രിയകൾ നമ്മൾ മാറ്റി കൊടുക്കണം. വാക്കുകൾ വേറെ നമുക്കുണ്ടാക്കാൻ കഴിയുന്ന വാക്കുകൾ, നേരത്തെ നമ്മൾ പഠിച്ചു പോയ വാക്കുകൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇതിൽ മുസ്ബത്ത്, മംഫി എന്നൊരു വിഷയം മാത്രമാണ് പറഞ്ഞത്. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് മറ്റൊരു എപ്പിസോഡിൽ പറയാം.